السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ജാമിയ നദ്വിയയുടെ ദഅവ സമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ജാമിയ ഈ തരത്തിൽ ദഅവ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഒരു വലിയ സന്ദേശം ഈ സമൂഹത്തിന് പകർന്നു നൽകുവാനാണ്. ആ സന്ദേശം ഒട്ടും പുതിയ സന്ദേശമോ ആദർശമോ അല്ല, മറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ വിശ്വാസി സമൂഹത്തോട് ആവശ്യപ്പെടുന്ന ഒരു സന്ദേശമാണത്. 1921 1924 കേരള ജമഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ വെല്ലൂർ ബാഖിയാത്ത് സാലിഹാത്തിൽ നിന്നുള്ള പണ്ഡിതന്മാരുടെ അധ്യക്ഷതയിൽ രൂപീകരിക്കപ്പെടുമ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്ന ഒരു ബാഖവി ചോദിക്കുകയുണ്ടായി, ഇങ്ങനെ ഒരു സംഘം രൂപീകരിക്കുന്നതിന് വല്ല തെളിവുമുണ്ടോ എന്ന്. അന്ന് ബഹുമാന്യനായ ഇ.കെ. മൗലവി റഹ്മഹുല്ലാ വിശുദ്ധ ഖുർആനിലെ വൽ തകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ എന്ന ആയത്ത് ഓതി കേൾപ്പിക്കുകയുണ്ടായി. ഇത് കേരള ജമഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഓതി കേൾപ്പിച്ച ആയത്താണ്. ആ ജമഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ജമഇയ്യത്തുൽ ഉലമയെ സമൂഹത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ചര്യയുടെ വെളിച്ചം സ്വീകരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ അത് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത. നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനം ഈ ആദർശ പ്രബോധന രംഗത്ത് നിരവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് കടന്നു വന്നത്. നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എടവണ്ണയിലാണ്. ഇവിടെ നിന്ന് വെളിപ്പാടകലെയാണ് മുത്തന്നൂർ എന്ന് പറയുന്ന പ്രദേശം. ബഹുമാന്യനായ സി.പി. കുഞ്ഞിമൊയ്തീൻ മൗലവിയുടെ പിതാവ് മരണപ്പെട്ടപ്പോൾ ആ മയ്യത്ത് മറവ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ദിവസങ്ങളോളം വീട്ടുമുറ്റത്ത് സൂക്ഷിച്ച മയ്യത്ത് അവസാനം പോലീസുകാരുടെ അനുമതിയോടുകൂടി മറവ് ചെയ്യുകയും ചെയ്ത ചരിത്രം നമ്മോട് മറന്നുപോയിട്ടില്ല. അക്കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശം സ്വീകരിച്ചവരോട് ഈ നാട്ടിലുണ്ടായിരുന്ന പ്രമാണിമാരും അതേപോലെ പുരോഹിതന്മാരും സ്വീകരിച്ചിരുന്ന സമീപനമാണ് മുത്തന്നൂരിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് അവിടെ മാത്രം പരിമിതമായതായിരുന്നില്ല, മറിച്ച് പലപ്പോഴായി ഈ പ്രസ്ഥാനത്തോട് അത്തരത്തിലുള്ള വിരോധവും ബഹിഷ്കരണവുമൊക്കെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ആളുകൾ എല്ലാ കാലത്തും ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ സമൂഹത്തിൻ്റെ ഐക്യവും ഭദ്രതയും ആഗ്രഹിക്കുന്ന ആളുകൾ അത്തരം ബഹിഷ്കരണ ഭീഷണികൾക്ക് ചെവി കൊടുത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും പ്രധാനമായി ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് ഈ പഴയ ആശയം തിരിച്ചു കൊണ്ടുവരാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തർക്കുൽ മുവാലാത്ത് എന്ന
പഴകിപ്പുളിച്ച ആശയം വീണ്ടും സമസ്തയിലേക്ക് കൊണ്ടുവരാനും മുജാഹിദുകളുമായി ബന്ധപ്പെടുന്നത്, അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നത്, അവരോട് സലാം ചൊല്ലുന്നത്, അവർ സലാം ചൊല്ലിയാൽ മടക്കുന്നത്, അതൊന്നും ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ചില മുഫ്തിമാർ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായം നേടിയെടുത്ത ഐക്യത്തിൻ്റെ വ്യത്യസ്തമായ ആശയങ്ങളിൽ ജീവിക്കുന്നവരുണ്ട് ഈ സമുദായത്തിൽ, വ്യത്യസ്തമായ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവരുണ്ട് ഈ സമുദായത്തിൽ. എന്നാൽ ഈ സമുദായത്തിനൊരു ഐക്യമുണ്ട്, ഈ സമുദായത്തിനൊരു യോജിപ്പുണ്ട്. ആ ഐക്യവും യോജിപ്പും തകർത്ത് കളയുന്ന തരത്തിൽ വീണ്ടും ഭിന്നിപ്പിന്റെയും ഛിദ്രതയുടെയും സന്ദേശവുമായി മുക്കം ഫൈസിയെ പോലെയുള്ള ആളുകൾ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമുദായ രാഷ്ട്രീയം തകർക്കുക എന്നതാണ് ഈ ആളുകളുടെ ലക്ഷ്യം. സമുദായത്തിന്റെ രാഷ്ട്രീയ ബോധം തകർക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇസ്ലാഹി കേരളത്തിന്റെ പ്രവർത്തനത്തിലൂടെ നവോത്ഥാനത്തിന് മുന്നിൽ നടന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരിലൂടെ ഈ സമുദായം നേടിയെടുത്ത ഒരൈക്യവും ഈ സമുദായം നേടിയെടുത്ത ഒരു രാഷ്ട്രീയ ബോധവുമുണ്ട്. അത് തച്ച് തകർത്തെങ്കിൽ മാത്രമേ ഇവിടെ തങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകളാണ് പുതിയ തർക്കുൽ മുവാലാത്തിന്റെ സന്ദേശങ്ങളുമായി കടന്നു വരാൻ ശ്രമിക്കുന്നത്. അത്തരം ഫൈസിമാരോട് ഈ സമുദായത്തിൽ വീണ്ടും ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കി സമുദായത്തെ പോരടിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരിൽ നിന്നെങ്കിലും അച്ചാരം വാങ്ങിയിട്ടുള്ള അത്തരം ആളുകളോട് വളരെ വിനയത്തോടുകൂടി പറയാനുള്ളത്, ഏറ്റവും ചുരുങ്ങിയത് സമസ്തയുടെ ചരിത്രമെങ്കിലും നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ്. ബാഫക്കി തങ്ങളുടെയും അതേപോലെ തന്നെ പൂക്കോയ തങ്ങളുടെയും ശിഹാബ് തങ്ങളുടെയും ചരിത്രം പറഞ്ഞ് സമസ്തയെ പഠിപ്പിക്കാൻ വരേണ്ടതില്ല എന്ന് കേരളത്തിലെ മുസ്ലിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്നവർ ആ സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും ചരിത്രവും പൈതൃകവും മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ജബ്ബാർ ഹാജി വളരെ കൃത്യമായി അതിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം അത് സൂചിപ്പിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇന്ന് വൈകുന്നേരം ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ജബ്ബാർ ഹാജി. കാരണം ഈ സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കുവാനും പാണക്കാട് കുടുംബത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി സമുദായത്തിൽ ഛിദ്രതയുണ്ടാക്കുവാനും അതുവഴി സമസ്തയിൽ പിളർപ്പുണ്ടാക്കുവാനും ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ അതിശക്തമായി ആഞ്ഞടിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭം മലപ്പുറം ജില്ലയിലുള്ള ആളുകളോട് ഞാനത് പറയേണ്ടതില്ല. അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാൻ സമസ്തയിലെ ഷജറ എന്ന് പറയുന്ന ഒരു വിഭാഗം വളരെ കൃത്യമായി ആസൂത്രിതമായ പദ്ധതികളുമായി രംഗത്തിറങ്ങുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. പാണക്കാട് തങ്ങന്മാരുമായി ബന്ധപ്പെട്ട് ഈ ആളുകൾ ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന് അദ്ദേഹം മറുപടി പറയുകയുണ്ടായി. ആ മറുപടി പറഞ്ഞ കൂട്ടത്തിൽ ഈ ഷജറയിലെ ആളുകൾ നടത്തിയ ഒരു പരാമർശമുണ്ടായിരുന്നു. ഞങ്ങൾ വേണ്ടി വന്നാൽ പാണക്കാടേക്ക് മാർച്ച് നടത്തുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ജബ്ബാർ ഹാജി അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, അങ്ങനെ പാണക്കാട്ട് മുറ്റത്തേക്ക് മാർച്ച് നടത്താൻ മാത്രം ഷജറപ്പാല് കുടിച്ച ഒരാളും ഈ മലപ്പുറത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് എടുത്തു പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞ അദ്ദേഹത്തെ പരാജയപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ രംഗത്ത് വന്നിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രൂപത്തിൽ മുസ്ലിം സമുദായത്തിൽ ഛിദ്രതയുണ്ടാക്കുവാൻ, ഭിന്നതയുണ്ടാക്കുവാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയതുപോലെ സമസ്തയുടെ പാഠപുസ്തകത്തിൽ നമുക്കറിയാം, ഒരു കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് സലാം പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഒരു കാലമുണ്ടായിരുന്നു സമസ്തക്ക്. പക്ഷേ കേരളത്തിലെ മുസ്ലിം സമുദായം അവർ മുജാഹിദുകളായിരുന്നില്ല, സമസ്തക്കാരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ, സമസ്തയിൽ അല്ലാത്തവരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. സമുദായത്തിന്റെ എതിർപ്പ് പരിഗണിച്ചുകൊണ്ട് സമുദായത്തിന്റെ എതിർപ്പിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാതെ ആ പാഠഭാഗം സമസ്ത നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ ഫൈസിമാർക്ക് അതിനപ്പുറത്തൊന്നും ഒരു ചലനം കേരളത്തിൽ
ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ തരത്തിൽ മുജാഹിദികളെ കുറിച്ച് വീണ്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരുന്നു. അതിനുമപ്പുറത്ത് നമുക്കറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സമുദായത്തിൽ നിന്ന് CM മടവൂര് പടച്ചവനാണ് എന്ന് പറയുന്നവർ രംഗത്ത് വരുന്നു. CM മടവൂര് അർശിന്റെ അധിപനാണ് എന്ന് പറയുന്നവർ രംഗത്ത് വരുന്നു. അതിനെ എതിർക്കുന്ന ആളുകളുടെ മുമ്പിൽ ന്യായങ്ങളുമായി എങ്ങനെയാണ് നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുക? ഈ പറയുന്നത് മുഹീദ്ദീൻ മാലയിലുള്ളതാണല്ലോ, ഈ പറയുന്നത് റിഫായി മാലയിലുള്ളതാണല്ലോ, ഈ പറയുന്നത് മുമ്പ് നിങ്ങൾ അംഗീകരിച്ച മൗലിദുകളിലും റാത്തീബുകളിലുമൊക്കെ ഉള്ളതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിച്ച് വേറെ ചില ആളുകൾ രംഗത്ത് വരുന്നു. പ്രിയപ്പെട്ട മുജാഹിദ് പ്രവർത്തകരെ, നാം ഇരിക്കുന്നത് ദഅ്വാ സമ്മേളനത്തിലാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഘട്ടത്തിൽ എന്ത് ദഅ്വാ പ്രവർത്തനമാണ് നമ്മുടെയൊക്കെ നാടുകളിൽ നാം നടത്തിയത് എന്നാണ്. വൽതകും മിൻകും ഉമ്മ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകണമെന്നാണ് ഇമാം ത്വബരി ആ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്. ഒരു ഫിർഖത്ത്, ഒരു ജമാഅത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകണമെന്നാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഒരു ഫിർഖത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ദഅവത്ത് നടത്താൻ, പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ ഉണ്ടാകണമെന്നാണ്. ആ ജമാഅത്തിന്റെ ഭാഗമാണ് നമ്മൾ. അതിനുവേണ്ടിയാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്, അതിനുവേണ്ടിയാണ് ഈ സംഘടന ഉണ്ടാക്കിയത്, അതിനുവേണ്ടിയാണ് ഈ ആദർശ കൂട്ടായ്മ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ദഅ്വാ സമ്മേളനങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ദഅവത്ത് നാട്ടിന്റെ നാനാഭാഗങ്ങളിലും പ്രചരിപ്പിക്കുക എന്നതാണ്. അതിന്റെ അനിവാര്യത പറയേണ്ടതില്ല, വിശദീകരിക്കേണ്ടതില്ല. ഇനിയും നോക്കുക, ഇവിടെയുള്ള സ്ഥാപനങ്ങളെ പറ്റി നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. എന്തുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ അനിവാര്യമാണ് എന്ന് ആരോടും വിശദീകരിക്കാതെ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലാകും. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റ് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു യുക്തിവാദി, മതനിരാസം പ്രചരിപ്പിക്കുന്ന ഒരു മുസ്ലിം നാമധാരി, എക്സ് മുസ്ലിം, അയാളുടെ ഉമ്മ മരിച്ചപ്പോ സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റ്, ഉമ്മ മരിച്ചു, ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയി, ആദരാഞ്ജലികൾ എന്നാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മളുടെ മക്കൾ, നമ്മളുടെ സഹോദരങ്ങൾ, നമ്മുടെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം, ആ കുഞ്ഞുങ്ങളുടെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഇത്തരം പോസ്റ്റുകൾ ഇടാതിരിക്കണമെങ്കിൽ അതിന് പകരം പടച്ച റബ്ബേ, എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയതുപോലെ റബ്ബിർഹംഹുമാ, നീ അവർക്ക് കാരുണ്യം നൽകണമേ. അവരെന്നെ എങ്ങനെയാണോ വളർത്തിയത്, എന്നോട് എങ്ങനെയാണോ കാരുണ്യം കാണിച്ചത് എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാകണമെങ്കിൽ നമ്മളുടെ മയ്യത്ത് മുന്നിൽ വെച്ച് അതിന് പിന്നിൽ നിന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, എൻ്റെ ഉപ്പാക്ക് പടച്ച റബ്ബേ നീ പുറത്തു കൊടുക്കണമേ എന്ന് പറയുന്ന മക്കൾ നമുക്കുണ്ടാകണമെങ്കിൽ ഈ ഇത്തരം സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം നേടേണ്ടതുണ്ട്, ഇത്തരം സ്ഥാപനങ്ങളിൽ പഠനം നടത്തേണ്ടതുണ്ട്. ഇവിടെ നിന്ന് ലഭിക്കുന്ന മൂല്യം, ഇവിടെ നിന്ന് ലഭിക്കുന്ന സംസ്കാരം നമ്മളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. നോക്കൂ, എന്ത് മനുഷ്യത്വമാണ് ഈ ആളുകൾ പറയുന്നത്. അതാണല്ലോ മതം വിടുക, മനുഷ്യനാവുക എന്നാണ്. എന്ത് മനുഷ്യത്വമാണ് ഈ ആളുകൾക്ക് പറയാനുള്ളത്. മരിച്ചു കിടക്കുന്ന സ്വന്തം ഉമ്മയെ ഇത്തരത്തിൽ ആക്ഷേപിച്ചുകൊണ്ട്, ഈ തരത്തിൽ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട്, മതമില്ലാത്ത ആളുകൾക്കുടെ മനസ്സിൽ പോലും വേദനയുണ്ടാക്കുന്ന തരത്തിൽ ആ പോസ്റ്റിനടിയിൽ വന്ന കമന്റുകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉള്ളത്, അതിൽ ഇസ്ലാമിനെ പഠിച്ചവർ മാത്രമല്ല ഉള്ളത്, അല്ലാത്തവർ പോലും, ഒരു പക്ഷേ മതമില്ലാത്ത ആളുകൾ പോലും അതിനടിയിൽ വന്ന് പറയുന്നു, ഒരിക്കലും ഇത് മനുഷ്യത്വവുമായി ബന്ധപ്പെട്ടതല്ല. ഇതാണ് ഇത്തരം സ്ഥാപനങ്ങളിലൂടെ പഠനം നടത്തിയില്ലെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസത്തിന് മാത്രം പ്രാധാന്യം നൽകുകയും മൂല്യബോധമുള്ള വിദ്യാഭ്യാസം നമ്മളുടെ മക്കൾക്ക് ലഭിക്കുകയും ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ജാമിയയുടെ പ്രവർത്തനങ്ങൾക്ക്, ജാമിയയുടെ സംരംഭങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.